15 ദിവസം വെയിറ്റ് ചെയ്യേ നീ ആരാ മറ്റേ ആരാ കാശുള്ള ആരാ 89 78 ആ 34 43 22 ആ ഇതാരാ ആളാരാ? അത് ബാബു എന്ന് പറഞ്ഞ നമ്മുടെ പിന്നെ ഫൈനാൻസ് ഇടുന്ന ബാബു. എന്റെ മുരളിച്ചേട്ടാ, ഇവരെല്ലാം നമ്മൾ അറിയുന്ന ആൾക്കാരല്ലേ? ബാബുനോട് ഞാൻ പറയാം. അങ്ങോട്ട് വേണ്ടോ? വിളിച്ചിട്ട് പോയേ. ഇത് കഴിഞ്ഞിട്ട് ഹലോ ബാബു അല്ലയോ? ഞാന് മറ്റേ ഷിബു മേരില്ല. അതെ അത് തന്നെ ആളെ അത് തന്നെ. എന്റെ നമ്പർ ഇല്ലായിരുന്നു. ഞാനിപ്പോ നമ്മുടെ മുരളിച്ചേട്ടന്റെ മേടിച്ചത്. ഞാൻ വിളിച്ചതേ, ഞാനിപ്പം നമ്മുടെ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയതാ. അപ്പൊ നമ്മുടെ മുരളിച്ചേട്ടൻ എന്താണ്ട് നമ്മുടെ ഈ വഴിക്ക് വെച്ച് കണ്ട്. അത് തന്നെ നമ്മുടെ അത് തന്നെ മുരളിച്ചേട്ടൻ തന്നെ ബാങ്കില്. അപ്പം പിന്നെ ഞാൻ വിളിച്ചത് പിന്നെ ബാബു മുരളിച്ചേട്ടന്റെ പൈസ കൊടുക്കാണ്ടില്ലയോ? അപ്പൊ ഈ പുള്ളിയുടെ അവസ്ഥ ഇപ്പം വല്ലാത്തൊരവസ്ഥയാണ്. മറ്റേ പുള്ളി പിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പൈസ പിന്നെ ബാബുവിന് എന്നത്തേക്ക് കൊടുക്കാൻ പറ്റും? അല്ല ബാബു, അത് പറഞ്ഞാൽ പറ്റത്തില്ല. പുള്ളിക്ക് പൈസ കൊടുക്കണം. പുള്ളിയുടെ അവസ്ഥ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. പുള്ളി നാളെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അത് പിന്നെ ബാബുവിന്റെ ഫാമിലിയും പിന്നെ ബാബുവിന്റെ ഭാവിയെ അത് ബാധിക്കും. അതുകൊണ്ട് ഞാൻ മാന്യമായിട്ട് ഞാൻ പറയുകയാണ്, ബാബു പിന്നെ മുരളിച്ചേട്ടൻ്റെ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. 12 ദിവസം. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ. എന്നാ ചിട്ടി എടുക്കുന്ന എന്നാ? 22-ാം തീയതി. ഈ 3 ലക്ഷം രൂപ കിട്ടുമോ? അല്ലെങ്കിൽ പിടിക്കുക. ഓക്കെ, പിടിച്ചോ. അപ്പൊ ഞാൻ എന്നൊരു തീരുമാനത്തിൽ എത്തിക്കുകയാണ്. ഞാനിപ്പം മുരളിച്ചേട്ടൻ എന്റെ അടുത്ത് നിൽപ്പുണ്ട്. ഞാനിപ്പോ ഈ പിന്നെ ബാബു ഈ പൈസ പിന്നെ 20-ാം തീയതിക്ക് മുമ്പ് കൊടുക്കും. ഉറപ്പാണല്ലോ? കൺഫേം? ഓക്കെ. അപ്പൊ ഞാൻ ഇനി ഈ ഒരു വിഷയം പറഞ്ഞ് ഞാൻ വിളിക്കത്തില്ല. പിന്നെ കഴിവതും 19-ാം തീയതി തന്നെ മുരളിച്ചേട്ടന്റെ വീട്ടിൽ പൈസ എത്തിക്കണം. ഓക്കെ. ശരി, താങ്ക് യു. ശരി. പ്രശ്നം തീർന്നേ. കണ്ട, ഇപ്പം ബാബു പറഞ്ഞെന്തറിയോ? ബാബു എന്താ പറഞ്ഞെന്നറിയോ? പൈസ 19-ാം തീയതി പറ്റുമെങ്കിൽ 19-ാം തീയതി വൈകിട്ട് തന്നെ മുരളിച്ചേട്ടന്റെ വീട്ടിലെത്തിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് പിന്നെ 15 ദിവസം ഉണ്ടല്ലോ. 10 ദിവസം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ പ്രശ്നം എനിക്ക് തോന്നുന്നു ഇവര് രണ്ടുപേരും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരാ. സന്തോഷമായോ? ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിൽക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് ചായ കുടിക്കാം.